അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ? അത് നോക്കിയാൽ മതി. കേട്ടോളൂ, ഒന്നുകൂടി നമ്മൾ LLB-കാരൻ വന്നോട്ടെ, എന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, കൊലപാതകത്തിന് ഖിസാസിന്റെ വിധി നടപ്പാക്കുന്നതിന്റെ മുമ്പ് അതിന് ദിയത്ത് വാങ്ങിക്കൊണ്ട്, ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അത് മാപ്പ് കൊടുക്കാം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണ്. ആ ഒരു സംഗതിക്ക് ഇടപെട്ടുകൊണ്ട് ആർക്കെങ്കിലും അത്തരം ഒരു മാപ്പിന് സഹായിക്കാൻ കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം അതിനെ വലിയൊരു പുണ്യമായി കാണുന്ന വിഷയമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ത്വവ്വലല്ലാഹു അംറഹു, യമനിലെ വലിയ പണ്ഡിതനും സയ്യിദും ലോകത്താകമാനം ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങളുമായി ബന്ധപ്പെട്ട് ത്വലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നൊരൊറ്റ അപേക്ഷ നടത്തിയപ്പോൾ, അതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് പോയിന്റ് നോട്ട് ചെയ്തോളി. കുടുംബവുമായി ബന്ധപ്പെടലല്ലാതെ അയാൾക്കൊന്നിനും കഴിയില്ല. ചിലരൊക്കെ ചോദിക്കും, ഈ വിഷയത്തിൽ നിങ്ങൾ എന്തിനാ അങ്ങനെ ഇടപെടുന്നത്? ഒന്ന്, ഈ കള്ളത്തരം പറയുകയും ചെയ്യുകയും ചെയ്യുന്നവർ മതനേതൃത്വമാകാൻ പറ്റില്ല എന്ന് പറയാൻ. രണ്ട്, ഇദ്ദേഹം ഇടപെടുന്നു എന്ന് കരുതി സർക്കാരുകളൊക്കെ ഇത് ഇടപെടാതെ പോയാൽ സംഗതി അവതാളത്തിലാകും. ആ ഓർമ്മ ജനങ്ങളെയും സർക്കാരിനെയും ഓർമ്മപ്പെടുത്താൻ ഇടപെട്ടേ പറ്റൂ. ഇതിൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ തൂക്കിക്കൊല്ലാണ് കൊല്ലുന്നാലും അവസാന സമയം വരെ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് തീരുമാനാകട്ടെ. എന്നിട്ട് എന്താ അവിടെ ഉണ്ടായത്? അതാ AP അബൂബക്കർ മുസ്ലിയാരുടെ കുപ്രസിദ്ധമായ വാർത്താ സമ്മേളനം. അതിലയാളെന്താ പറഞ്ഞേ? എനിക്ക് കോടതി അയച്ചു തന്നു, നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ നീട്ടിവച്ചിരിക്കുന്നു കളവുകളുടെ ഘോഷയാത്ര. ആ കുപ്രസിദ്ധമായ വാർത്താ സമ്മേളനത്തിലേക്ക് നോക്ക്. ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ്, കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. തൽവിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പം ദിവസം നീട്ടിവച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. പച്ചക്കള്ളം, വെള്ളം ചേർക്കാത്ത കള്ളം. അത് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്തൊക്കെയാ അപ്പോൾ പറഞ്ഞു കൂട്ടിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാളെ നടക്കാനിരിക്കുന്ന വധശിക്ഷ മാറ്റിവെച്ചു എന്ന് എനിക്ക് കോടതി നേർക്ക് നേരെ അറിയിച്ചു. നാളെ നടക്കാനിരിക്കുന്ന വധശിക്ഷ എന്നുള്ളൊരു സംഭവം തന്നെ അന്നില്ല. ഈ പറയുന്നത് ജൂലൈ 15-നാണ്. ജൂലൈ 16-നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് വധശിക്ഷ നടത്തുമെന്ന്. പക്ഷേ അത് 14-ന് തന്നെ കോടതി ലെറ്റർ കൊടുത്തിട്ടുണ്ട്, ഇത് നടത്തൂല. ആ ലെറ്റർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പുറത്തു വിട്ടപ്പോൾ അതിൽ തന്നെയുള്ള ഡേറ്റ് 14-നാണ്, 15-നാണ് വിടുന്നത്. നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം നാളെ എന്ന് പറഞ്ഞൊരു വധശിക്ഷ അവിടെ ഇല്ല. പിന്നെ എങ്ങനെ മാറ്റിവെച്ചു നിങ്ങൾക്ക് കത്ത് തരിക? രണ്ട്, ഒരു കോർട്ടിൽ നിന്ന് ഒരിക്കലും കക്ഷിയല്ലാത്ത മറ്റൊരാൾക്ക് കോടതി നേരിട്ട് ലെറ്റർ അയക്കൂല. അതെങ്കിലും വിവരം വേണ്ടേ? LLB-ക്കൊന്നും പഠിക്കണ്ട, അതിന് LKG പഠിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ കുന്നമംഗലത്ത് ഒരു കേസ് കോടതിയിലുണ്ടെങ്കിൽ കോടതി എനിക്കൊരു ലെറ്റർ തരണമെങ്കിൽ ഞാനതിൽ കക്ഷിയാവണം. പുറത്ത് ഞാനെന്തോ വയത് പറഞ്ഞാൽ എനിക്ക് ലെറ്റർ തരണം കോടതി തരുമോ? പിന്നെ ആ കോടതിന് എന്തിനു പറ്റും? ഇത് ഈ മലയാളത്തിൽ നിന്ന് പബ്ലിക്കിൽ വിളിച്ചു പറയാണ്. അത് കിട്ടിയതായിരിക്കാന്ന് നിങ്ങൾ ആക്ഷൻ കൗൺസിൽ അതിൽ കക്ഷി ചേർന്നിട്ടുണ്ടല്ലോ, അവർക്ക് കിട്ടിയതാണ്. 5 ആളുകൾക്ക് ഈ സാധനം 14-ന് കിട്ടിയിട്ടുണ്ട്. 5 ആളിൽ ഒരാൾ ഇയാൾക്ക് അയച്ചു കൊടുത്തു, ഇയാൾ 15-ന് പബ്ലിസിറ്റി ചെയ്തു. വളരെ വ്യക്തം കാര്യം.
14 കിട്ടാനുള്ള കാരണം 13 തന്നെ കൊല്ലപ്പെട്ട ആ സഹോദരൻ അതിൻ്റെ പ്രതിയായിട്ടുള്ള പെണ്ണിൻ്റെ ഉമ്മ ഇതിൽ ദയാഹർജി കൊടുത്ത് കുറച്ച് സാവകാശം വേണമെന്ന് നേരെ രേഖാമൂലം കോടതിയോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ആ ഉമ്മക്കാണ് എന്ത് കൊടുത്തത്? ഇത് നീട്ടിവെച്ചിട്ടുണ്ട്. അത് 14 കൊടുത്തിട്ടുണ്ട്. അതിലൊരു വസ്വാസം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരുത്തം വന്ന് പറയാ എന്താ നിങ്ങൾ വിചാരിച്ച്? കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ പോലും ആ ലെറ്റർ കിട്ടിയിട്ടില്ല. അന്ന് കൊല്ലപ്പെട്ട സഹോദരനല്ല കൊടുത്ത് ലെറ്റർ, ഉമ്മയാണ് ഹർജി കൊടുത്ത്. ഉമ്മക്കാണ്, അവിടെയുള്ള അഭിഭാഷകർക്കാണ് അതിൻ്റെ കത്ത് കൊടുക്കുന്നത്. അത് അവർ തന്നെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേൾപ്പിച്ചെന്നില്ലേ? അഭിഭാഷക തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്കത് ശനിയാഴ്ച തന്നെ കിട്ടിയിട്ടുണ്ട്, പിന്നെ അത് ലെറ്ററായി കിട്ടിയത് 14 എത്ര വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു അവർ. ബാക്കിയുള്ളൊക്കെ തട്ടിപ്പ. പിന്നെ പറഞ്ഞിട്ട് യമൻ പത്രത്തിൽ വന്നു. ഏതാ യമന് അറിയങ്ങൾക്ക്? ഹദർമൗത്ത് എന്ന് പറഞ്ഞ ഉമർ ഹഫീലിൻ്റെ യമനിൽ ഇവിടുന്ന് പോയ ചില മുത്താലിമീങ്ങളുടെ അവിടെ ഓല് കൊടുത്ത ആ ഭാഗത്തെ ഏതൊരു പത്രത്തിൽ വന്നതാണ്. ഈ പത്രവും അവിടെ കൊല്ലപ്പെട്ട ആളുടെ പിന്നെ സ്വന്തമായിട്ട് യാതൊരു ബന്ധവുമില്ല. വെറുതെ ആളുകളെ പറ്റിക്കൽ മാത്രം. ഇതിലൊന്നും ഒരു സംഭവമില്ല. ഒറ്റ കാര്യം ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും. ഇതിനും മറുപടി ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ പറയുന്നു. ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കൊല്ലപ്പെട്ട ആ സഹോദരൻ്റെ പിന്നെ കുടുംബം, അവരുമായി നിങ്ങൾ ചർച്ച നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ട ആളുടെ കുടുംബവുമായി നിങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് അവരുടെ കുടുംബം പറയുന്നത്. അതിൻ്റെ തെളിവിലേക്ക് ഞാൻ വരുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ പോലും തമ്മിൽ അപ്പോൾ തല്ലെടുക്കണത്. കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരാളുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. നിങ്ങൾ പറയുന്നു ചർച്ച നടത്തിയിട്ടുണ്ട്. എങ്കിൽ ആ ചർച്ച നടത്തിയതിൻ്റെ വീഡിയോ ഉണ്ടാവുമല്ലോ. നിങ്ങളാണെങ്കിൽ എന്തായാലും വീഡിയോ ഉണ്ടാവും, ഒരു തർക്കവുമില്ല. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് പുറത്ത് വിടാൻ? വിടാതിരിക്കും. ഇങ്ങനൊന്നും പറയണ്ട. ആ നേരം കൊണ്ട് ആ വീഡിയോ ഇട്ടാൽ മതി. എന്നോട് പലരും ചോദിച്ചു, ഇതാ വിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. വിടും എന്ന് പറയുന്ന നേരം കൊണ്ട് ആ വീഡിയോ ഇങ്ങോട്ട് വിടാൻ കഴിയുമാനെ. നിങ്ങളെടുത്തെങ്ങാലും ഉണ്ട്, നിങ്ങൾ ലൈവായിട്ട് വിടൂലേ? ഒരു ചുക്കുങ്ങളെ കയ്യിലില്ല. നിങ്ങൾക്ക് പോലെ കാണാൻ പോലും പറ്റിയിട്ടില്ല. യമൻ എന്ന നാട്ടിലേക്ക് വിസയെടുത്ത് മാധ്യമപ്രവർത്തകർക്ക് പോകാൻ പറ്റുകയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ആളുകളെ പറ്റിക്കുകയാണ്. രാഷ്ട്രീയക്കാരെ, മന്ത്രിമാരെ, പ്രതിപക്ഷ നേതാക്കളെ ഒക്കെയും പറ്റിക്കുകയാണ്. മനസ്സിലായി? ഇങ്ങനെ വരുന്നുണ്ട്. ഒറ്റ വാർത്ത കേട്ടാൽ പോരെ നിങ്ങൾക്ക്. ഈ പത്രസമ്മേളനം നടത്തുന്നത് ജൂലൈ 15. ജൂലൈ 15 തന്നെയുള്ള വാർത്ത ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. 12:30 ആരംഭിക്കുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ട് യമനിലെ പ്രമുഖ മതപണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായി സംസാരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇന്നലെ 3 ഘട്ടങ്ങളിൽ ചർച്ച നടന്നു. അതെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായത്, ഈ കുടുംബത്തിലെ വലിയൊരു ശതമാനം പേർക്കും ഈ പെൺകുട്ടിക്ക് മാപ്പ് നൽകുന്നതിന് കുഴപ്പമില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം ഇപ്പോൾ എതിർക്കുന്നുമുണ്ട്. അവരെ കൂടി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ കൂടി ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് വലിയ ഒരു വിജയമായി മാറും. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് തന്നെയാണ്. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള യമൻ ഭരണകൂടത്തിന്റെ ഒരു അറിയിപ്പുള്ളത്. നാളെ നാളെ വധശിക്ഷ നടപ്പാക്കും എന്നുള്ളതാണ്. അത് നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. എന്ത് വിടരാ മോനെ ഇതൊക്കെ. നാളെ വധശിക്ഷ നടപ്പിലാക്കും. ഇന്ന് കാന്തപുരത്തിന്റെ പ്രതിനിധികൾ അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന വിഷയം നാളത്തെ വധശിക്ഷ നീട്ടലാണ്. 15-ാം തീയതി പറയുന്നത്. 14-ാം തീയതി അവിടുത്തെ കോടതി അവിടുത്തെ ഹർജി കൊടുത്ത ഉമ്മക്ക് എഴുതി ലെറ്ററായി കൊടുത്തിട്ടുണ്ട്. അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചിലർ പറയാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ എല്ലാം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരോട് അവരുടെ അഭിഭാഷകർ പറഞ്ഞു, ഇപ്പോൾ പുറത്തു വിടണ്ട, അത് പ്രശ്നമാകുന്ന ഏരിയയാണ്. ചിലപ്പോൾ കൊല്ലപ്പെട്ട ആളെ സഹോദരങ്ങളൊക്കെ ഇപ്പം തന്നെ അറിഞ്ഞാൽ അത് പ്രശ്നമാക്കും. അതുകൊണ്ടാണ് അവർക്ക് പോലും അത് കാണിച്ചു കൊടുക്കാതിരുന്നത്. ഇതാണ് കിട്ടിയപ്പോൾ പത്രസമ്മേളനം നടത്തി ഈ പറയുന്ന ദിവസത്തിൻ്റെ നേരെ മുമ്പ് വന്ന ലെറ്റർ അവനാൻ്റെ ലെറ്ററായി അവതരിപ്പിക്കുകയാണ്. മൂപ്പര് വിട്ട ലെറ്ററിൽ തന്നെ ഡേറ്റ് 14 കുടുങ്ങിയില്ലത്. ഇതിന് മറുപടി ഉണ്ട് നിങ്ങൾ പറയും. അപ്പം ഞങ്ങൾ വരാ. ഒരാൾ ചോദിച്ചാൽ ഇതിന് വാദപ്രയോഗത്തിന് നിങ്ങളുണ്ടോ? ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്.
ഇതൊരു സുഖമുണ്ട്. മറ്റിപ്പോൾ കിതാബ് വായിക്കുമ്പോൾ പലർക്കും ഇത് തിരിയില്ല, ഇതെല്ലാവർക്കും തിരിയും. 15-ാം തീയതി ചർച്ച തുടരുന്നു. എന്തിന്? നാളത്തേത് മാറ്റിവെക്കാൻ. പിന്നെ മൂപ്പര് പറയുന്നു ഞാൻ പറഞ്ഞിട്ടാണ് മാറ്റിയത്. യഥാർത്ഥത്തിൽ അതേ കോടതി അതിൻ്റെ മുമ്പത്തെ ദിവസം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് കള്ളത്തരാന്നറിയാൻ അമേരിക്കയിൽ പോയി ചിന്തിക്കൊന്നും വേണ്ട, കാരന്തൂരിൽ തന്നെ ഇരുന്ന് ചിന്തിച്ചാൽ മതി. ആർക്കാ തിരിയാത്ത? പച്ച മലയാളത്തിലല്ലേ. ഒരു വാർത്തയും കൂടി വെച്ചു കൊടുക്കുക. അതിലൊരു ശുഭവിശ്വാസത്തോടു കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിജയകുമാർ സമീർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ശിക്ഷാവിധി മരവിപ്പിക്കുക അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നത് നീട്ടിവെച്ച് കൂടുതൽ ചർച്ചയ്ക്ക് സാവകാശം തേടുക എന്നതായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ഈ പറയുന്ന ഉന്നത ചർച്ചകളിൽ, ഇപ്പോൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കുന്ന ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അതായിരിക്കും അല്ലേ? ഒന്നുകിൽ ഇത് ഫ്രീസ് ചെയ്യുക കുറച്ചു നാളത്തേക്ക്, അല്ലെങ്കിൽ കൂടുതൽ സാവകാശം വാങ്ങുക തുടർ ചർച്ചകൾക്ക്. അതിനായിരിക്കും ഒരുപക്ഷെ ആദ്യ പരിഗണന ചർച്ചകളിൽ അല്ലേ? ഇനി ആ പരിഗണന ആവശ്യമില്ല, മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതന്നെ ചർച്ച ചെയ്യുക. അപ്പം എന്താ, യമന് എന്ന് പറഞ്ഞാൽ മർക്കസിൻ്റെ ഓഫീസാണ്. ഓലിങ്ങനെ വാർത്ത എഴുതി കൊടുക്കുക, മറ്റുള്ളവർ കേൾക്കുക, എന്നിട്ട് നമ്മളോട് പറയാ നിങ്ങളെ കൊണ്ടുള്ള ഒരു ശല്യങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ലോക ഇമേജിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. തൽക്കാലം ഞങ്ങളുള്ള കാലത്തോളം കള്ളത്തരം നടക്കുകയില്ല. വസ്തുനിഷ്ഠമായിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞേ. 14-ന് ലെറ്റർ കൊടുത്ത് കോടതി വിധി എഴുതിയൊരു കാര്യം പിന്നെന്തിനാണോ 15-ന് ചർച്ച ചെയ്യണത്? എന്തിനാ ചർച്ച ചെയ്യണത്? അപ്പോൾ ഒരാൾ പറയും ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല, അത് ചില ആളുകൾ മാത്രം, പ്രസ്ഥാന ഉത്തരവാദിയല്ല എന്നാണ്. മറ്റേ കുറ്റ്യാടിക്കാരനൊക്കെ എന്നെ വിളവിൽ നോക്കുന്നുണ്ട്, ഞാനൊന്നും അതിലില്ല. അന്ന് പോസ്റ്റിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ മറക്കണ്ട. മാത്രമല്ല ആസ്വദിക്കുന്ന ആൾ പറഞ്ഞ് പ്രസ്ഥാനം ഒന്നിച്ചെന്നാണ്. ഇപ്പം നമ്മളും പണ്ട് ലൂത്ത് നബിൻ്റെ ക്ലിപ്പ് മാതിരി ആ കേൾക്കണം എല്ലാവരും. ആ വരട്ടെ, ആസ്വദിക്കൽ വരട്ടെ. വാർത്ത മിക്കവാറും അത് ഒഴിവായി കിട്ടും എന്ന് തന്നെയാണ് അതിലുള്ള ശ്രമം തകൃതിയായി നടക്കുന്നുണ്ട്. അതിനു വേണ്ടി മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് ശക്തമായി പ്രസ്ഥാനം ഒന്നിച്ചിടപെടുന്നു. ഇനി ബ്ലഡ് മണ്ണ് കൊടുക്കേണ്ടി വന്നാൽ അതെല്ലാവരും ഒത്തൊരുമിച്ച് ആ നിമിഷപ്രിയ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയണം, സന്തോഷിക്കാൻ കഴിയണം. ഈ ഗതി ലോകത്താർക്കും വരരുത് എന്നാണ് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഈ ജാതി പടല് ലോകത്ത് ആർക്കും അല്ല കൊടുക്കാതെക്കട്ടെ എന്നാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദ്വാർന്നിട്ട് കാര്യമില്ല. ഇപ്പോഴുള്ള അവസ്ഥ ഞങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങളെ മശായിഖന്മാർ തീരുമാനിക്കും. നാവാണ്ട് ഉള്ളിക്കൽ തന്നെ ഒരു രക്ഷയുണ്ടാവില്ല. ഞങ്ങൾ കൃത്യമായിട്ട് പറയട്ടെ, ഇവിടെ കോടതി കൊടുത്ത ലെറ്ററുകൾ വളരെ വ്യക്തം. ആർക്കത് മനസ്സിലാവാത്തത്? നിങ്ങൾക്കാകുള്ളൊരു വിധി, ഒരു സംഭവം കോടതിയോടൊന്നും ചെയ്യാൻ കഴിയൂല. നിങ്ങൾ തന്നെ പറഞ്ഞു, കുടുംബത്തോട് സംസാരിക്കൽ മാത്രമാണ്. ഇത് നിങ്ങൾ തന്നെ പറഞ്ഞു. പിന്നെ അവിടെ വേറെ ആൾ പറയുന്നുണ്ട് ഞങ്ങളെ ഉസ്താദ് ജഡ്ജിനാണ് വിളിച്ചിട്ട് മാറ്റിയാണ്. അതൊന്നും പരസ്യമായി പറയരുത് ചങ്ങായിമാരെ. കാരണം ഒരു വിധി വന്നിടത്ത് നിങ്ങളൊരാൾ ജഡ്ജിനെ സ്വാധീനിച്ച് മാറ്റാൻ പാടുണ്ടോ? അത് ഭയങ്കര കുറ്റല്ലേ? ഇപ്പം നമ്മൾ ഒരു കോടതി ജഡ്ജ് വിധിക്കുക, ഒരാൾ ഫോൺ ചെയ്ത് മാറ്റി ആ ജഡ്ജിനെ പിന്നെ എന്തിനു പറ്റും? നിങ്ങൾക്ക് ഇപ്പം എന്താ പറ്റി? നിങ്ങൾ എന്ത് എയറിലാ കാര്യം ഇരിക്കണത്? അതൊന്നും പറയാൻ പാടില്ലാന്ന്. ഒരു ജഡ്ജിനെ സ്വാധീനിക്കാൻ പറ്റുമോ? എവിടെയും തെറ്റല്ലേ അത്? ഒറ്റ വഴിയേ അവളുള്ളത്, കുടുംബമായിട്ട് സംസാരിക്കലാണ്. അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ വരട്ടെ. അതാ ഞങ്ങൾ ഈ ചോദിക്കണേ. ഇതിൽ നിങ്ങൾ കുടുങ്ങിയ പോലെ ഇതെല്ലാവർക്കും തിരിയൂട്ടോ. അതുകൊണ്ടാണ് ഇതെല്ലാവരും എടുത്തിരുന്നത് നമ്മളെ പ്രസംഗം. അതിന് എന്നോടാ ദേഷ്യം. ഒരു രക്ഷയില്ല. നിങ്ങളുടെ കള്ളത്തരം പൊളിച്ചെഴുതിയിട്ട് തന്നെ ഇത് നിർത്തുള്ളൂ. മനസ്സിലായോ? ഇവിടെ നോക്കി, നിങ്ങൾ കോടതി കൊടുത്ത ലെറ്റർ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യ സമയത്തെടുക്ക്. സഹോദരൻ്റെ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ്റെ സമീപത്തേക്ക് കോടതി നേരിട്ട് കൊടുത്ത ലെറ്ററാത്. ഈ ലെറ്ററിൽ പറയുന്നത് ജൂലൈ 16-ന് നിയമം നടപ്പിലാക്കും എന്നാണ്. വധശിക്ഷ നടപ്പിലാക്കും. അതിൻ്റെ അടിയിൽ കാണാം, ചുവപ്പുള്ളിടത്തിൽ കണ്ടില്ലേ, വഹൈസു തമ്മ ത്വലബു ഔലിയാ ഇദ്ദം വതർഗീബിഹിം ബിൽ അഫ്വി അനിൽ മഹ്കൂമി അലൈഹാ മുത്ലഖൻ ലിവജ്ഹില്ല ഔ ബിശർത്തി ദിയ. അതായത് കോടതി തന്നെ പറയാണ്, ഞങ്ങളിതിൽ ചെയ്യാവുന്നതൊക്കെയും ചെയ്തു. മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ ചെയ്തു. ആ കുടുംബത്തോട് ഞങ്ങൾ ചർച്ച നടത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വിഷയത്തിൽ മാപ്പ് ചെയ്യാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? ഇതൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ത്? അസറു അലാ തൻഫീദി ഹുകുമിൽ ഖിസാസ്.
ഇതിവിടെ വിധി നടപ്പിലാക്കുക തന്നെ വേണം. ഒരു അഡ്ജസ്റ്റിന് തയ്യാറല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 16 കൊല്ലണം എന്നാണ് ആ കോടതി പറയുന്നത് തന്നെ. പിന്നെ ഇവര് പറയാ ഞങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ദിയത്ത് എന്ന് പറഞ്ഞൊരു സാധനം ലോകത്തുണ്ട് എന്നൊക്കെ ഞങ്ങൾ തെളിയിച്ചത്. ഇതൊക്കെ കോടതി തന്നെ ചോദിച്ചൊരു വിഷയമാണ്. അതുകൊണ്ട് കുടുംബത്തോട് വെക്കുന്ന ഞാൻ രണ്ടാമത്തത് കാണിച്ചു കൊടുക്കും. ഇവർ തട്ടി മാറ്റി എന്ന് പറഞ്ഞ 2 കത്തുകൾ കണ്ടില്ല ഞങ്ങൾ. ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് വാട്ടർമാർക്ക് ചെയ്ത് ഇതാണ് എനിക്ക് കിട്ടിയത് നാം ഉപരി പ്രചരിപ്പിച്ച്. ആ വാട്ടർമാർക്ക് ഇല്ലാത്ത സാധനം ഒന്ന് കാണിച്ചു കൊടുക്കടുത്ത് കണ്ടോ. ഇതാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. ഇത് കിട്ടിയത് ആർക്കാ? ഇതിൻ്റെ കക്ഷിയായ ആക്ഷൻ കൗൺസിലിനാണ്. അവരിൽ നിന്ന് ആരോ ഒരാൾ മൂപ്പർക്ക് ഇട്ടുകൊടുത്തു. അല്ലാതെ ഒരു കോടതിയും ഒരാൾക്കും നേരിട്ടത് നൽകൂല എന്നുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു ടീമായി പോയോ. ഇനി അതാ ഒന്നുകൂടി അടുത്ത് കുടുംബത്തോട് ബന്ധപ്പെട്ടു എന്നാണല്ലോ പറയുന്നത്. അതിൽ അവസാനം വാക്ക് പറയേണ്ടത് ആ കുടുംബത്തിൻ്റെ സഹോദരങ്ങളാണ്. അബ്ദുൽ ഫത്താഹ് മഹ്ദി അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റ് അഖ്ബാറുൻ ഗൈറു സഹീഹ കണ്ടോ. അതിൻ്റെ മലയാളം തന്നെ അദ്ദേഹം അവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ല, ആരുമായി പോലും സംസാരിച്ചിട്ടില്ല, വിളിച്ചിട്ടുമില്ല. ഇതുവരെ നമുക്ക് മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയാവുന്നതായും ഇതെല്ലാം തെറ്റായ വാർത്തകളും പച്ചക്കള്ളങ്ങളും മാത്രമാണെന്നും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ് ഇനി അവിടെ ഒറ്റ ആ സഹോദരൻ്റെ ഒരു പോസ്റ്റും കൂടി ഉണ്ട്. അതുകൂടി വന്നാൽ ആ വിഷയം അവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ആകെ ഇവർക്ക് ബന്ധപ്പെടാൻ പറ്റിയത് കുടുംബങ്ങളോട് മാത്രമാണെന്നാണല്ലോ പറഞ്ഞത്. കണ്ടോളൂ അടുത്തത് അബ്ദുൽ ഫത്താഹുൽ മഹ്ദി. അദ്ദേഹം വിശദീകരിച്ചെഴുതി കണ്ടോ. ഇംഗ്ലീഷിൽ ഒന്ന് വലുതാക്കി കൊടുക്ക്. കാന്തപുരം എന്ന് തന്നെ അതിൻ്റെ ഫസ്റ്റിൽ നിങ്ങൾക്ക് കാണാം, കാന്തപുരം. അപ്പോൾ ആരോ അവരോട് പറഞ്ഞിന് കേരളത്തിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, മൂപ്പരും ചെയ്യുന്നുണ്ട്, മൂപ്പര് ഇവിടെ ബന്ധപ്പെട്ട് നിങ്ങളെ കുടുംബത്തോട് സംസാരിച്ചു എന്ന് പറയുന്നൊരു വിഷയം ഇവിടെ വരുന്നുണ്ട്. അപ്പം മൂപ്പര് ആ കാന്തപുരത്തിൻ്റെ പേര് എഴുതിയിട്ട് തന്നെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് എഴുതുകയാണ്, നവദ്ദു അൻ നുഅക്കിദ ബികുല്ലി വുദൂഹ്, എല്ലാ നിലക്കും വ്യക്തമാക്കി തരികയാണ്. അന്നൽ അസ്ഹാസല്ലദീന യസ്അമൂന അന്നഹും തവാസലു ഔ നാഖശു മഅ ദാഇയ അൽ മുവക്കർ കാന്താപുരം ലാ സിലത ലഹും ബിനാ മുത്ലഖ. AP അബൂബക്കർ മുസ്ലിയാർ ചർച്ച നടത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരോടും ഇതുവരെയും കാന്തപുരം ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. വലം നതവാസൽ ഔ നൽതഖി ബിഹിം ഫീ അയ്യി വഖ്തിൻ ഔ മകാൻ, ഒരു സ്ഥലത്ത് വച്ചും ഒരു സമയത്തും ഇങ്ങനെ ഒരു ചർച്ച അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികളോടോ അദ്ദേഹം നിയമിച്ചവരോടോ ഞങ്ങൾ നടത്തിയിട്ടില്ല. നഹ്നു അലാ തുലാഇൻ താം ബികുല്ലി മാ യഹ്ദുഥു ഫീ ഹാദൽ ഖളാ അൽ മഫ്തൂഹ്, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കാര്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട് കാന്തപുരത്തോട് അവസാനം ഒരായത്ത്, ഇയാൾ ആയത്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താണല്ലോ. അപ്പോൾ ഒരു കുടുംബം അബ്ദുൽ ഫത്താഹ് മഹ്ദി ഇങ്ങോട്ട് എഴുതാ വഹുനാനദുകുർ ബിഖൗലില്ലാഹി തആല, ഇവിടെ ഞങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ അത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, മുസ്ലിയാരെ അല്ലാഹനെ സൂക്ഷിച്ചോളണം. വകൂനൂ മഅസ്സാദിഖീൻ, സിദ്ഖുള്ളവരുടെ കൂടെയാകണം, സത്യം പറയണം. പബ്ലിസിറ്റിക്ക് വേണ്ടി, ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കള്ളത്തരം പറയരുത്. ഞങ്ങളുടെ കുടുംബവുമായി ഇതുവരെ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല, ആരും നടത്തിയിട്ടില്ല. നടത്തി എന്നത് അബദ്ധമാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അല്ലാഹുവിൻ്റെ ഖുർആനിൽ വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കൊല ചെയ്യപ്പെട്ട ആളുടെ സഹോദരന് ആയത്തോതിയിട്ട് വരെ നിങ്ങളോട് ഉപദേശിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ കള്ളത്തരം? ഇനിയും സമയമുണ്ട്. പത്രസമ്മേളനം നടത്തി പഴച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ കുടുംബത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ അവിടെ ഇല്ല. ഞങ്ങൾ ഉമർ ഹഫീദിനെ വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തൊന്നും നടന്നിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റുമായി ഞങ്ങൾ പറഞ്ഞത് അബദ്ധമാണെന്ന് വിളിച്ചു പറയാൻ ഇനിയും സമയമുണ്ട്. അബൂബക്കർ മുസ്ലിയാരെ, അദ്ദേഹം പറഞ്ഞ ആയത്ത് ഞാനിങ്ങനെ ഓർത്തു നോക്കുമ്പോൾ വകൂനൂ മഅസ്സാദിഖീൻ, വകൂനൂ മഅസ്സാദിഖീൻ, അന്ന് ഞങ്ങളുടെ മശായിഖന്മാർ അബൂബക്കർ മുസ്ലിയാരെ ഇരുത്തിയിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, സിദ്ഖുണ്ടോ എന്ന ചോദ്യം, സത്യസന്ധതയുണ്ടോ എന്ന ചോദ്യം.
ആ ചോദ്യം അന്ന് നിങ്ങൾ അംഗീകരിച്ച് നിന്നിരുന്നുവെങ്കിൽ ഈ ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാവില്ല.